പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്. ദശരഥൻ്റെ സംസ്കാരകർമ്മം നടത്തുന്നു. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായയുക്തനായൊരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബര ആഭരണ ആലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിത് പിണ്ടവും ആദരാൽ. വേദപരായണന്മാരാം രജാവലിക്ക് ഓദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലപൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വേണു നമസ്കരിച്ച് ആശീർവചനമാദാനവും ചെയ്ത് വിശുദ്ധനായി മേവിനാൻ. ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ച് അനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ. അദ്ദിനം നാനാ സുഹൃജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ. അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാൻ ആദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവളുകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജസംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥം ഏഷ കൈകേയിക്ക് ദത്തമായ ഒരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോട് ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാൽ ഇനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരാം. നീ താത നിയോഗം അനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാം അതല്ലായെങ്കിൽ ഏവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയെന്ന രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്ത മേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ട് അവരെത്രയും നന്നെന്ന് ചൊല്ലിയിടിനാർ. ഭരതൻ വനത്തിലേക്ക് പുറപ്പെടുന്നു. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നത് നേരം ആദിത്യദേവൻ ഉദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിത് തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിത്.
ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിത്. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിത്. രാഘവാലോകന ആനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പടാൻ. കേകയപുത്രീസു തൻ പടയോടും ഇങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാൻ അതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിൻ എല്ലാവരും, ഞാനങ്ങു ചെന്ന് കണ്ട് ഇപ്പോൾ വരുന്നതുമുണ്ട് വൈകിയിടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനീ നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധ ഉപായനങ്ങളും കാഴ്ചവെച്ച് ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തം അനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വേണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം. ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യം അനാമയവാക്യവും ഉക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിത് നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം. മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്ന് അൻപോടു കണ്ടിത്. രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരിക എന്നു കേട്ടു ഗുഹൻ. തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസാം ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്ന് തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലും എങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്തൃതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം. ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാ മദീയാഗ്രജന്മന. മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം. ദുഷ്കൃതിയായി അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിത് അനുജന് നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രവനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി
ആരൂഢഭക്തി പൂണ്ട് ഏഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ. എന്നാൽ വരും മർത്യജന്മത്തിൻ ഫലം എന്നു നിർണയം. ചൊല്ലു നീ എന്നോട് എവിടെ വസതി കൗസല്യാതനയൻ, അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടോ ഗുഹനും ഉര ചെയ്താൻ. മംഗലദേവതാ വല്ലഭൻ തങ്കൽ ഇന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടായകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്കാ മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം. തന്നികടെ വസിക്കുന്നത് സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തും അമർത്യതടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവ അദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ. ഭൃത്യജനത്തോടുകൂടെ സ്വസംഭ്രമം വിസ്മാരയുക്തം മഹാക്ഷേപണീയുതം. ഭൃത്യജനത്തോടുകൂടെ സ്വസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്ത് അതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുത ശത്രുഘ്നനോട് ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ് അസ്തഭീത്യ കടത്തിയിടിനാൻ ആദരാൽ. ഉമ്പർതടിനിയെ കൊമ്പിട്ട് അനാകുലം മുമ്പേ കടന്നിത് വമ്പടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായി ഉടയാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം. ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാകുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം. തുഷ്ടി കലർന്ന് അരുൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടമിക്കോപ്പുപന്നം അല്ല ഒട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായെങ്ങനെ വൽക്കലവം ജടയം പോണ്ട് താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം വൻപടയോടും ആഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഇത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഈ സങ്കടം പോവാൻ അനുഗ്രഹിക്കേണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാൻ ഏതുമേ എന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയപുത്രിയാം അമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രന് ഭൃത്യനായി തൽപാദവാരജയുഗ്മം ഭജിക്കെന്നിയേ. മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ല ഒരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണ് സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു
പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗളാത്മാനം ഏനം പുണർനേടിനാൻ. ചുംബിച്ച മൂർധിനി സന്തോഷിച്ചരളിനാൻ. കിം ബഹുനാ വത്സാ വൃത്താന്തമൊക്കെ ഞാനദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിത്. മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ. വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞ് ഇങ്ങുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്ന് കൂപ്പുവാൻ. എല്ലാമരുൾ ചെയ്ത വണ്ണം എനിക്ക് അതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായി അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിത്. കാമസുരഭിയെ തത്ക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിത്. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവനാ വൈഭവം എത്രയും അദ്ഭുതം. ഭക്തഭക്ഷ്യാദി പേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും അത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന് പണിയുണ്ട് അനന്തനം. കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിനാൽ. പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരെ സുപ്തരായാർ അമരാവതി സന്നിഭേ. ഉത്ഥാനവും ചെയ്ത് ഉഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കുപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയം കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ട് ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമസന്ദർശനാകാംക്ഷയ മന്ദം ആരാഞ്ഞു നാനാ തപോധനമണ്ഡലേ. കാണാഞ്ഞ് ഓരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു അത്യാദരം. കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലെ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിത് എന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനോ തത്രേവ ചെന്ന നേരത്തു കാണായി വന്നിത് അത്യദ്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലപൂർണവല്ലീ തരു ഷഷ്പരമണീയ കാനനമണ്ഡലേ. ആമ്രകദളി ബകുള പനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപോകങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീ ജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ര സംലഗ്ന വൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥപാദാരവിന്ദങ്ങൾ നോദനമായി അതിശോഭനം പാവനം. അങ്കുശാബ്ജ ധ്വജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണു
തൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമെന്നഹോ ധന്യോഹം ഇന്നഹോ മുന്നമ്മയാ കൃതം പുണ്യപൂരംബരം. ശ്രീരാമപാദപത്മാഞ്ജിതം ബോധലം ആരാലെനിക്കു കാണുവാൻ അവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്ത അദ്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധവും ചെന്നു നിന്നോരു നേരത്തു കാണായത് സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരം. ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം. ഇന്ദ്രാവരജമിന്ദീവരലോചനം ദൂർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം. രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം. വിദ്യുത്സമംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനം ആത്മാനം അവ്യാകുലം. വക്ഷസി ശ്രീവത്സലക്ഷണം അവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയം അച്യുതം. ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം. ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിത അനേക പത്മജാണ്ഡംബരം. കാരുണ്യപൂർണം ദശരഥനന്ദനം ആരണ്യവാസ രസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു. ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും. ഉത്സംഗസീമനി ചേർത്തു പുനരപി വത്സങ്ങളും അണച്ച് ആനന്ദപൂർവകം. സത്സംഗം ഏറെയുള്ളൊരു സൗമിത്രിയും തത്സമയെ ഭരതാംഘ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്ന് സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിനാൻ. ഉഗ്രതൃഷാർത്തമാരായ പശുകുലം അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിത് രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയും ആർത്തി കൈക്കൊണ്ടു കൗസല്യം പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്ന് ഉടൻ ഊഢമോദം മുലയും ചുരന്ന് തഥാ അന്യരായുള്ളൊരു മാതജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകീദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവസിഷ്ടം സാഷ്ടാംഗമാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ. എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം. താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്നു ചൊന്നത് എന്നോട് ചൊല്ലിയിടുവാൻ എന്ത് സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചെന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച് രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു.
ദേവലോകം ചെന്നു പൊക്കാൻ അറിക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിത് ഭൂമിയിൽ. തത്ക്ഷണമുച്ചയർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ആ താത മാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയോ ഭവാൻ. ഹാഹാഹതോഹം അനാഥോസ്മി മാം ഇനി സ്നേഹേന ലാളിപ്പത് ആര് അനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണീടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപം ഒട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിത ഇങ്കുതി സത്ഫല പുണ്യാക നിർമ്മിതാന്നം കൊണ്ട് വച്ചിത്. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽകാ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥാ. സ്നാനാത് അനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ച് ഊത്ത് സന്ധ്യയും വന്ദിച്ചു പോന്ന് ആശ്രമേ വസിച്ചിടിനാർ. ഭരതനും ശ്രീരാമനും തമ്മിൽ സംസാരിക്കുന്നു. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമാ പ്രഭോ രാമാ മഹാഭാഗ മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും. പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം. പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്ത് കീർത്തിയ ചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ച് രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിന് പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുത് ദയാനിധേ. ഭ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ട് ഇത്തമുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിത് പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തഥൈവ ശ്രുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്നു ചൊല്ലിനാൻ. പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നതു കാരണം. ചേതസാ പാർക്കൽ നമുക്കിരുവർക്കും ഇത്താതനിയോഗം അനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിത് ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ. രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ
എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിയിടിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയമല്ല, മൂഢാത്മാവുമല്ല കേൾ. താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിന് ഏതുമേ ദോഷം പറയരുത് ഓർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ. എങ്കിൽ ഞാൻ വാഴുവൻവനെ നിന്തിരുവടി സങ്കടം എന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ട് അതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജ്യനാം താതൻ വിധിച്ചത് മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരും എന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ. കാനനത്തിന് അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകം ആശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പൻ ഇത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്ന് അപ്പോൾ വെയിലത്തു പുക്കൂ ഭരതനും. നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയ ചൊന്നാൻ ഗുരുവിനോട്. അപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടലാ കേൾക്ക നീയെങ്കിലും ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നത് നാരായണൻ പരൻ താമരസോദ്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിത്. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായത് ജാനകി, ഭോഗിപ്രവരനാകുന്നത് ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാർ എന്നറിക വഴി പോലെ. രാവണനെ കൊല്വതിന് വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവനിവർത്തനത്തിങ്കൽ ഉള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനുജ്ഞയാം സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താതനുമനുജനും ദേവിയും 7 സംവത്സരാവധോ. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരോക്തികൾ കേട്ട് ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാ രഘോത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുഹു നമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായത്തെ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവ ആഗമനം ദേവദേവ മേ താവദേവ അനാരതം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാതുകാം ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ. ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ച് ഉത്ഥായ വന്ദിച്ചു ചൊന്നാൻ. സഗദ്ഗതം മന്വബ്ദപൂർണ്ണെ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്യയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരം തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ല, അതിനങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിത്. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു
മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവന് ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനേയം മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ. പിന്നെ പെരുമ്പടയം നടകൊണ്ടിത് കൈകേയി താനും സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന 4 അംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പൊക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിത് എല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോടു പൊക്കിത്. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാർ ഇരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെ ഇരുന്നാൽ ഇനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ചിത്രകൂടത്തിൽ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുന്നു. അത്രിയുടെ ആശ്രമത്തിൽ എത്തുന്നു. അത്രി തന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹം അദ്യധന്യോസ്മി മഹാമുനെ ശ്രീമത്പദം തവ കാണായ കാരണം. സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദൻ എന്നതറിഞ്ഞോ മുനീന്ദ്രനും. പൂജിച്ചിത് അർഘ്യപാദ്യാദികൾ കൊണ്ട് തം രാജീവലോചനം ഭ്രാതൃ ഭാര്യാന്വിതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലഴുമെന്നുടെ പത്നിയുണ്ടത്രകൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ച് ഉത്തമയായ ധർമ്മജ്ഞ തപോധന. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിത് ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നത് കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്ന് അനസൂയാപദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരിക അരികെ ജനകാത്മജേ. സത്സംഗമം ജന്മസാഫല്യമോർക്കനീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു. തത്സ്വഭാവം തെളിഞ്ഞോ മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം. കാന്തി നിനക്ക് കുറയായക ഒരിക്കലും ശാന്തനാകും തവാവല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനി അകമ്പൊക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്ത് ആദരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്ന് അയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനൻ അത്രിയം. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായത് എന്നറിഞ്ഞേനഹം.
നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായത് നിർണയം. ഇത്തരം അത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രौ വസിച്ചു രഘുനാഥനും. ദേവൻ ഉമാദേവിയോടരുളി ചെയ്തത് ഏവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. പരിപാവനമായ അധ്യാത്മരാമായണം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു DC ബുക്സ്.